തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് അവന്റെ ആസന തിന്നുന്ന നിന്നെ പോലുള്ളവനെ ആ പേര് ചേരൂ. എനിക്ക് ആ പേര് ചേരില്ല. ഐ ആം റബ്ബർ വെട്ടുകാരൻ അജി. നശിപ്പിച്ച് അവസാനം കൊണ്ട് നശിപ്പിച്ച്. നശിപ്പിച്ച് എടി അങ്ങനെ പറയരുത്. 5 വർഷമായി സരിതേ നമ്മളെ ഈ പ്രേമം തുടങ്ങിയിട്ട്. നിന്റെ അച്ഛൻ ഒരേ വാശി, നിന്നെ എസ് ഐ കൊണ്ടേ കെട്ടിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇല്ലാത്ത പൈസ വാടകയ്ക്ക് എടുത്ത് ഈ എസ് ഐ ഡ്രസ് ഇട്ടോണ്ട് ഇവിടെ വന്നത്. വല്ലപ്പോൾ ഇവിടെ പറഞ്ഞേട്ടാ നശിപ്പിച്ചത്. ഞാൻ നശിപ്പിച്ചു. എന്താണ് നശിപ്പിച്ചത്? അല്ല ചേട്ടാ എസ് ഐന്റെ വേഷം കെട്ടി അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ വന്ന് റബ്ബർ വെട്ടുകാരന്ന് വിളിച്ച് പറയല്ലേന്ന്. റബ്ബറിന് എന്തൊരു കുഴപ്പം? എടി റബ്ബറിന് എന്ത് കുഴപ്പം? കുത്തന പൊങ്ങിയും കുത്തന താഴെയും ചെയ്യണം 2 സാധനമേ ഉള്ളൂ. ഒരെണ്ണത്തിന്റെ വിലയും റബ്ബറിന്റെ വിലയും. അതുകൊണ്ട് നീ അങ്ങനെ പറയരുത്. 5 ഏക്കർ റബ്ബറിന്റെ ഉടമസ്ഥനാണ്ട് ഞാൻ. ആ റബ്ബർ വെട്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് നീ അങ്ങനെ പറയരുത്. ഇനി നിങ്ങൾ അംബാനിയുടെ മോനാന്ന് പറഞ്ഞാലും എന്റെ അച്ഛൻ പറയും എസ് ഐ ആണെങ്കിൽ നീ കെട്ടിയാ മതിയെന്ന്. അതെനിക്കറിയാലോ സരിതേ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ എസ് ഐയുടെ ഡ്രസ്സൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടോണ്ട് വന്നത്. നിന്നെ എങ്ങനെയെങ്കിലും കെട്ടായി. എങ്ങനെയുണ്ട് എസ് ഐ? എന്താ ഇവിടെ 2 സ്റ്റാർ, ഇവിടെ 3 സ്റ്റാർ. 2, 3, 2, 5 സ്റ്റാറാ? ഒരു കാര്യം ചെയ്, 5 സ്റ്റാർ എസ് ഐ എന്ന് പറ. ഈ മനുഷ്യൻ ഇത് കൊളാക്കും. എന്റെ അച്ഛന്റെ സ്വഭാവം പറഞ്ഞൂടെ? അച്ഛൻ പോലീസിന് റിട്ടയർഡ് ആയിട്ട് കൊല്ലം കുറയായി. ഇപ്പോഴും അതേ പോലീസ് വേഷം ധരിച്ച് ഈ വീടും ചുറ്റുപാടും പോലീസ് ഷീറ്റേ കൊണ്ട് നടക്കുന്ന മനുഷ്യനാ. അതെനിക്ക് അറിയാല്ല. ഒരു കാര്യം ചെയ്, നിന്റെ അച്ഛനെ ഇങ്ങോട്ട് വിളി. ഇപ്പഴും ഞാൻ റബ്ബർ വെട്ടി പാലെടുത്ത് ഷീറ്റ് അടിച്ച് ഉണക്കി അങ്ങ് തരാം. കൊളാക്കാൻ വേണ്ടി വന്നതാണോ മനുഷ്യ? നീ വിളി. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിലേ അച്ഛന്റെ കയ്യിൽ തോക്കായിരിക്കുന്നത് തല നോക്കി വെടിവെക്കും. എന്തായാലും പരേഡൊക്കെ പഠിച്ചല്ലോ, നന്നായി. പരേഡ് പഠിച്ചല്ല, തോക്കിന്റെ കാര്യം പറയുമ്പോ ചെറിയൊരു പീച്ചേ മുട്ട്. അച്ഛൻ വരുന്നുണ്ട്. ചേട്ടൻ സെറ്റാണ്? തൊപ്പിയൊക്കെ വെക്കി. ഹര ഹര തീവ്രം വീക്ഷണം സ്ഥാപിതം അതിബലദാതം സൂക്ഷ്മനേത്രം സത്യയുക്തം സർവദാ സുസന്നദ്ധം. സാറിന്റെ മോളെ പെണ്ണ് കാണാൻ വന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഫ്രം ചാവക്കാട് സ്റ്റേഷൻ. സാർ, ഈ ചാവക്കാട് സ്റ്റേഷനിലെ ജീപ്പാടാ. അതെന്താ അങ്ങനെ ചോദിച്ചേ? ഹെഡ്ലൈറ്റ് വെച്ചോണ്ട് വന്നിരിക്കുന്നു. തൊപ്പിയല്ലായിരുന്ന ഇത്? അത് എന്തിനു പറയൂ സാർ, രാവിലെ എനിക്ക് 4 മണിക്ക് ഒരു ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. 4 മണിക്ക് അലാറം 4 മണിക്ക് കേട്ടു. 4 മണിക്ക് അലാറോ? അല്ല, 4 മണിക്ക് സ്റ്റേഷനിലൊരു ഫോൺ കോൾ. ഓക്കെ. കാട്ടിൽ ഗുണ്ടകൾ ഒളിച്ചിരിക്കുന്നു. അപ്പോ ഞാൻ വിടുവോ? എന്റെ പോലീസ് ഉണരണം. ഞാൻ യൂണിഫോം ഇട്ടു. പെട്ടെന്ന് ഞാൻ എന്റെ ആയുധം കയ്യിലെടുത്തു. കാട്ടിലോട്ട് ചാടി. എന്നിട്ട് ഓരോ ഗുണ്ടകളെ ഇങ്ങ് പിടിച്ചു. എന്നിട്ട് എന്റെ ആയുധം എടുത്ത് കുത്തി ഞാൻ ചോദ്യം ചെയ്തു. എന്നിട്ടും തീർന്നില്ല. ഒരുക്കനെ ഇങ്ങോട്ട് പിടിച്ച് കാലിന്റെ ചിരട്ടെ ഒടിഞ്ഞെടുത്തു. എന്നിട്ട് ചിരട്ടയായിട്ട് ഞാൻ ഇങ്ങനെ പിടിഞ്ഞങ്ങോട്ട് ഒഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു എന്റെ ആസിഡ് പ്രയോഗം. അതെ, അതിൽ കട്ടിയാവാത്തവൻ ഒരുത്തനും ഇല്ലേ. കട്ടിയാവനെ ഞാൻ വീണ്ടും ഇങ്ങോട്ട് പിടിച്ചെടുത്തു. എന്നിട്ട് കുടിച്ചങ്ങോട്ട് നിർത്തി. എന്നിട്ട് അരിയുടെ ഇടയിലോട്ട് ഇങ്ങനെ കയറ്റി. എന്നിട്ട് ഇങ്ങനെയാക്കി നീട്ടി ഇങ്ങോട്ട് എടുത്ത് താഴെ തീയിട്ടിട്ട് മുകളിൽ തൂക്കിയും കിട്ടും. അതെന്തിന്? ഷീറ്റിന് ഉണങ്ങിയാലേ പൈസ കിട്ടുള്ളൂ. അല്ല, നമ്മളെ ഗ്യാസിന്റെ ഷീറ്റ് നമ്മൾ കറക്റ്റ് എഴുതിയില്ലെങ്കിൽ ഗ്യാസ് വിലക്കൂല. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഇങ്ങനെയോട് മരുമകനെ അങ്ങനെ തേടി നടന്നത്. ഓക്കെ സാർ. പിന്നെ അറിയാലോ, എന്റെ തോക്കിൽ ആണായിട്ടും പെണ്ണായിട്ടും ഒരു ഉണ്ടേ ഉള്ളൂ. ജന്മനാഥ് അങ്ങനെയാണോ? അതല്ല, എനിക്ക് ഒരു മോളെ ഉള്ളെന്ന്. അങ്ങനെ. അതുകൊണ്ട് തന്നെ അവളെ തറയിൽ വെച്ചാൽ ലാത്തിച്ചാർജടിക്കും, തലയിൽ വെച്ചാൽ ജലപീരങ്കി അടിക്കും എന്ന് പറഞ്ഞ് ജയിലിലിട്ട് അവളെ ഞാൻ വളർത്തിയത്. അപ്പൊ മലേഷ്യ റബ്ബർ. ഞാൻ അവളെ ഫാക്ടറും ബോസും യൂറിയയും ചേർത്ത് പൊന്നുപോലെ നോക്കും സാർ. അത് മാത്രം എനിക്ക് കേട്ടാ അറിയാലോ. എന്റെ ഭാര്യ ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷം മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ ബാക്കിയുള്ള ഡ്യൂട്ടിയൊക്കെ ഇങ്ങനെ നടക്കും. നൈറ്റ് പെട്രോളിങ്ങും റോന്ത് ചുറ്റിലും ഒക്കെ ഉണ്ടല്ലോ. അത് ഭാര്യക്ക് അറിയായിരുന്നോ? പിന്നെ ഒരു ദിവസം ഒരു റോന്ത് ചുറ്റൽ എന്റെ ഭാര്യ ഒളിച്ചിരുന്ന് പിടിച്ചു. അവൾ അന്ന് തന്നെ ബിയാസ് എടുത്ത് വീട്ടിൽ പോയി.
അതിനുശേഷം ഞാൻ ഒറ്റ തടിയായിട്ട് ഇവിടെ നിപ്പാണ്. അപ്പൊ വെട്ട് നിർത്തിയ റബ്ബർ കണക്ക് നിൽക്കേ. പിന്നെ എന്റെ മോളെ കെട്ടിച്ചു വിടണം. അശിഷ്ടകാലം ശിഷ്ടകാലം 1-2 റോന്തുകളെ നോക്കി വെച്ചിട്ടുണ്ട്. നൈറ്റ് പെട്രോളിംഗ് ഒന്ന് ശക്തമാക്കണം. വേറൊരു കാര്യമുണ്ട്. ഓടി നടന്ന് സ്ലാട്ടർ വെട്ടിയാ മുറിക്കേണ്ടി വരും. സാറ് തലവത്തല് എന്നാണ് കാര്യം പറഞ്ഞത്. താങ്കളുടെ അച്ഛന്റെ പേര് രാജശേഖരൻ എന്നാണോ? എന്താ സാർ? പിന്നെ നിന്റെ അച്ഛന്റെ മകനാണ് ഇത് തലവത്ത കിടക്കാൻ. ഇങ്ങോട്ട് വാ. പറഞ്ഞ സാർ. അതൊക്കെ പോക്കറ്റ് ഇടാം. പോക്കറ്റിടാ സാർ. പിന്നെ കല്യാണം എന്ന് പറയുമ്പോൾ എന്റെ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടോ? എന്താണ് സാർ? അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ലാത്തി ചാർജ് നിങ്ങളെ വീട്ടിലോട്ട് അങ്ങ് നടത്താം. അപ്പൊ നമ്മൾ ചിരട്ട വാരി എറിയും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പോലെ ചെയ്യാം. കുഴപ്പമില്ല. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. ചിരട്ടയും ചില്ലും എറിയാം. അങ്ങനെ നമ്മൾ ലാത്തി ചാർജ് കയറി വന്ന് നിന്നെ ഞാൻ അടിച്ച് ഇടിച്ച് ചവിട്ടി അവിടെ ഇടും. അതിനുശേഷം ഒരു വിലങ്ങ് നിന്നെ ഏൽപ്പിക്കുന്നു, മറ്റൊരു വിലങ്ങ് എന്റെ മോളെ അടിയിക്കുന്നു. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ വലിച്ചഴച്ച് ഞാൻ വണ്ടി കയറ്റും. അവിടുന്ന് ഇടിവണ്ടി കയറ്റി നേരെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. ലോക്കപ്പിലാണ് നിന്റെ ആദ്യ രാത്രി. പാലില്ലാത്ത റബ്ബർ വെട്ടിട്ട് വല്ല കാര്യമുണ്ട്? എണീക്ക്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കല്യാണം കഴിച്ചു തരണതൊക്കെ കൊള്ളാം. പിന്നെ എന്റെ മോളെ കണ്ണീർ വാതകം പ്രയോഗിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ ജാമ്യത്തെ ഇറങ്ങിക്കൊണ്ട് ഇനി പോരും. ഒരിക്കലും ഇല്ല സാർ. മഴയുള്ളപ്പോ ഷെയ്ഡിട്ടും മഴയില്ലാത്തപ്പോ ഷെയ്ഡ് ഇല്ലാതെയും ഞാൻ വിട്ടു. ഓക്കെ, അപ്പൊ എന്റെ മോളെ വിളിക്കട്ടെ. വിളിക്കൂ സാർ. മോളെ ചപ്പാത്തിയും ചിക്കനും എടുത്തോ. ചപ്പാത്തി ചിക്കനും? ഓ, ജയിലിന്റെ ഓർമ്മ. മോളെ ചായ എടുത്തോ. ഹായ് ലഡു. കൊണ്ടുപോകരുത് സാർ. ഫിംഗർ പ്രിന്റ് വരും. ഇനി എടുക്കോ. ഓക്കെ സാർ. എന്താ സാർ? ഒറ്റ ലഡുവേ ഉള്ളൂ. നമ്മള് 3 പേരില്ലേ? ഇത് നിനക്ക്, ഇത് എനിക്ക്, ഇത് എനിക്കൊന്നും വേണ്ട. എനിക്കും വേണ്ട സാർ. ആദ്യമേ പറയണ്ടേ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുവായിരുന്നു. ഞാൻ ഒന്നേന്ന് ഉരുട്ടണം. ഒരു കാര്യം പെണ്ണ് കാണാൻ വന്നേലേ, ഞാൻ ഈ ഉരുട്ടണ സമയം കൊണ്ട് രഹസ്യമൊഴി വല്ലതും ഉണ്ടെങ്കിൽ എടുത്തു. ഞാൻ അത് പറയാനിരിക്കായിരുന്നു. പിന്നെ കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയാവൂ. കേട്ടോ സരിത, നമ്മുടെ പ്രേമത്തിന് 5 വർഷത്തെ നമ്മുടെ പ്രേമത്തിന് വിരാമം ഇടാൻ പോകുന്നു. കൂട്ടം കൂടി നിന്നാ ഞാൻ ഗ്രനേഡ് എടുത്തെറിയും. നമ്മളെ കല്യാണം കഴിഞ്ഞാൽ ഇയാളെ വിരാമമായിരിക്കും. നോക്കോ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടേ നിനക്ക് തരാനായിട്ട് ഞാൻ ഒരു സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സത്യമായിട്ട് അതിർത്തി ലംഘിച്ചാൽ മുട്ടുകാലി ഞാൻ വെടിവെക്കും. നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. സാറ് ലഡു പോക്കറ്റ് ഇട്ടല്ലേ? ഇല്ല, അവിടെ ഇരിക്കുന്നു. പിന്നെ വളരെ സന്തോഷമുണ്ട് പെണ്ണ് കാണാൻ വന്നതിൽ. എല്ലാത്തിലും വളരെ വളരെ സന്തോഷമുണ്ട്. രാവിലെ റബ്ബർ വെട്ടിയിട്ടല്ലേ വന്നേ? അതെ. തിരിച്ചു ചെന്ന് പാലൊക്കെ എടുക്കണം. പാലൊക്കെ എടുത്ത് ഒട്ടുകറയൊക്കെ എടുത്ത് വലിച്ചിട്ട് വേണം വരാൻ. പിന്നെ നിന്റെ സുപ്പീരിയർ ഓഫീസറിനോട് FIR കൊണ്ട് എന്റെ വീട്ടിൽ വരാൻ പറയണം. ശരി, വെക്കോ. വേറൊരു കാര്യമുണ്ട് സാർ. 25 ഷീറ്റ് ഞാൻ വെയിലത്തിട്ടാണ് വന്നത്. മഴ പെയ്യാൻ സാധ്യത ഉണ്ട്. അതും കൂടെ എടുത്തിട്ട് വരാം. സാർ, മീശ കിട്ടിയിരുന്നെങ്കിൽ ചാവക്കാട് സ്റ്റേഷനിൽ പോയി ഡ്യൂട്ടിയിൽ അറ്റൻഡ് ചെയ്യാമായിരുന്നു. ചാവക്കാട് എവിടെയാടാ നിന്റെ സ്റ്റേഷൻ? എടാ, ഞാൻ കേരള പോലീസിൽ ഉള്ളേന്ന്. ഈ ലോകത്ത് കേരളത്തിലുള്ള എല്ലാ SI-മാരെയും എനിക്കറിയാം. മനസ്സിലായോ? നീ ഇവിടെ കയറിയപ്പോ തന്നെ നീ SI അല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇനി സാർ ഇവിടെ പിടിച്ചോ. കേരളത്തിലുള്ള എല്ലാ സ്റ്റേഷനിലും എനിക്കറിയാം നീ SI അല്ല കാര്യം എനിക്ക് മനസ്സിലായി. സാറിന് എങ്ങനെ മനസ്സിലായി? 40 വർഷം കേരള പോലീസിൽ ജോലി ചെയ്ത എനിക്ക് ഒട്ടുപാലിന്റെ മണം അറിയാൻ ഒരു പോലീസ് നായുടെ ആവശ്യമില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. നമ്മൾ ഒരു ജോലിയും ഇങ്ങനെ താഴ്ത്തിക്കെട്ടരുത്. ഇല്ലല്ലോ. അല്ല, സാറ് പറഞ്ഞിട്ടില്ലായിരുന്ന ഇവളടുത്ത് അവളെ SI കൊണ്ടേ കെട്ടിക്കുള്ളൂന്ന്? അത് എന്റെ ആഗ്രഹം. പക്ഷെ എന്റെ മോളുടെ ആഗ്രഹം നിന്നെ കല്യാണം കഴിക്കാനാണ്. അപ്പൊ എന്റെ മോളെ ആഗ്രഹത്തിന് ഞാൻ എതിര് നിൽക്കോ? ഇല്ല. ഈ കല്യാണം ഞാൻ നടത്തി തരും. മോളെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. അപ്പൊ 20 ഞാൻ റബ്ബർ വെട്ടും. ഞാൻ പാലെടുക്കും. ഞാൻ ഷീറ്റ് അടിക്കും. അപ്പൊ ഹാപ്പി മാരേജ് ലൈഫ്. സൂപ്പർ ആയിരുന്നു. നല്ല എനർജി ആയിരുന്നു. അത് പറഞ്ഞേ പറ്റൂ. എല്ലാ അച്ഛന് ഒരു ആഗ്രഹം ഉണ്ടാവും, എൻ്റെ
മരുമകൻ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നൊക്കെ. പക്ഷെ പെൺകുട്ടികൾ പോയിട്ട് അത് കൊളാക്കും. അത് അപ്പോൾ അത് കറക്റ്റായിട്ട് ഐ തിങ്ക് നമ്മളെല്ലാവരും നമ്മുടെ അച്ഛൻ്റെ പറ്റി ഓർത്തു. നല്ലതായിരുന്നു. സൂപ്പർ. അപ്പം ബാറ്ററി നോക്കണ്ടേ? വേണം. നോക്കാം. ഓക്കെ. ₹40,000 ആണ് നേടിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ബോംബെ. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.